ലാലേട്ട് ആറ്റിലെത്തുമ്പം അവിടുത്തെ വൈബ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലാ. ബാ. ഉദ്ഘാടനം കഴിഞ്ഞോടനെ തന്നെ നന്ദഗോവിന്ദ ഭജൻസിന്റെ പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ കാണാൻ വേണ്ടിയാണ് വന്നത്. വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 3-3:30 ആയപ്പോ തന്നെ ആറ്റുകാലെത്തി. 4 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. എല്ലാ സീറ്റുകളിലും ആളുകളായി. നേരത്തെ വന്നിരിക്കുന്നവരും ഉണ്ടായിരുന്നു ഇവിടെ. എന്റെ അടുത്ത് നിന്ന് ചേട്ടൻ കസേരയിൽ നിന്ന് എന്തായാലും കിട്ടില്ലെന്ന് പറഞ്ഞ് കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് വരുന്നതാണ് ഇതായി കാണുന്നത്. എന്നിട്ട് നമ്മളേവരും കാത്തിരുന്ന ലാലേട്ടൻ കറക്റ്റ് 8 മണിയായപ്പോ തന്നെ സ്റ്റേജിൽ വന്നു. ചുവപ്പിലാണ് ലാലേട്ടൻ വന്നത്. ചുവപ്പണിഞ്ഞാലും കറുപ്പണിഞ്ഞാലും ആ പ്രഭാവലയം ലാലേട്ടന്റെ കയ്യിൽ എപ്പോഴും ഭദ്രമാണ്. പൊന്നാടാണിക്കലും അമ്മ പുരസ്കാരവും ഉണ്ടായിരുന്നു ലാലേട്ടന്. ഇത് കഴിഞ്ഞ് നമ്മളെ ലാലേട്ടൻ പ്രസംഗിക്കാൻ വന്നു. ആ ഒരു വൈബ് വേറെ തന്നെയായിരുന്നു. അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് അവസാനിച്ചു. അടുത്തതായി നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രോഗ്രാം ആയിരുന്നു. ലാലേട്ടൻ പോയതോടെ കുറച്ച് പേരും അങ്ങോട്ട് പോയി. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രോഗ്രാം തുടങ്ങി. ഇതും വേറൊരു ഫീൽ ആയിരുന്നു. അത് ഇവരുടെ ഈ പ്രോഗ്രാം ആസ്വദിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ട് നോക്കുക, വല്ലാത്ത ഫീലാണ്. പ്രോഗ്രാം ഫുള്ളും കണ്ടിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.